ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. പ്രിയ മക്കളെ, ദൈവത്തിന് നമ്മോട് സംസാരിക്കണമെങ്കിൽ നിവർന്നു നിൽക്കണം. അതായത് ഇന്ന് പലരും ദൈവിക ദൂതുകളും വാഗ്ദത്തങ്ങളും കേൾക്കുവാൻ കടന്നു വരുന്നു എങ്കിൽ അവർ കുനിഞ്ഞിരിക്കുക. കാരണം ദൈവമുഖത്തേക്ക് നിവർന്നു നോക്കുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മെ നിവർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നാം എന്താണ് ചെയ്യുന്നത്? ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വഴി ഒരുക്കി നടക്കുക. ഇവിടെ യഹോവയായ ദൈവം എഗസ്കേൽ പ്രവാചകനോട് പറയുക, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കും. നോക്കൂ, മനുഷ്യപുത്ര എന്ന് വിശേഷിപ്പിച്ചാണ് ഇവിടെ വിളിച്ചത്. ഈ വിളിക്കൊരു ഉദ്ദേശമുണ്ട്. എല്ലാവരെയും എല്ലാ പേരും വിളിക്കുവാൻ സാധിക്കുകയില്ല. ഈ മനുഷ്യപുത്രൻ എന്ന വിളി പ്രവാചകന്റെ മനുഷ്യ പ്രകൃതിയും ബലഹീനതയും ഉറപ്പിച്ചു പറയുകയും അവന്റെ ശുശ്രൂഷ തികയ്ക്കുന്നതിന് അവൻ ആത്മാവിന്റെ പ്രാപ്തിപ്പെടുത്തുന്ന ശക്തിയിൽ ആശ്രയിക്കുന്നവനായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതായത് മനുഷ്യജാതിയോടുള്ള തൻ്റെ ബന്ധവും പരിശുദ്ധാത്മാവിലുള്ള തൻ്റെ ആശ്രയവും ഊന്നിപ്പറയുന്നതിന് യേശുവും തന്നെ പരാമർശിച്ച് ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാനിടമില്ല. നോക്കി, ഇവിടെ എഗസ്കേൽ പ്രവാചകനെ നിവർന്നു നിൽക്കുവാൻ പറഞ്ഞപ്പോൾ നിവർന്നത് സ്വയമായിട്ടല്ല. പ്രിയമുള്ളവരെ, നോക്കൂ, പലപ്പോഴും നാം സ്വയമായിട്ട് നിവരുവാൻ നോക്കും, പക്ഷേ സാധിക്കുകയില്ല. ഇവിടെ എഗസ്കേൽ 2:2 കാണുന്നത്, ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. നോക്കൂ, കാരണം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൂത് കേട്ട് അത് പ്രഖ്യാപിക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. ഇന്ന് ദൈവാത്മാവിന്റെ ശക്തിയില്ലാതെ പലരും തനിക്ക് ബോധിച്ചതുപോലെ മനുഷ്യർക്ക് വേണ്ടുന്ന അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ ദൂതുകൾ പറയുക. നോക്കൂ, ദൈവാത്മ പ്രേരണയോടെ ദൂതു പറയുന്ന വ്യക്തി ഏതൊരു നേരത്തും തൻ്റെ ജനത്തോടെ സുവിശേഷം അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്നുള്ള ദൈവിക ദൂതുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. നോക്കൂ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാ, ഹല്ലേലൂയ, ആ ശക്തി കൊണ്ടാണ് നമുക്ക് എല്ലായിടവും കർത്താവിൻ്റെ സാക്ഷിത്വം വഹിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. 2:4 അപ്പോസ്തല പ്രവൃത്തി 2:4 പറയുന്നുണ്ട്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പലരും കളിയാക്കിയൊക്കെ പറയും ഹല്ലേലൂയ അന്യഭാഷയെ പറ്റിയൊക്കെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ഹല്ലേലൂയ, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നോ, ആത്മാവ് നിവർന്നു നിർത്തിയെന്ന. നോക്കി, യഹോവയോട് മത്സരിച്ച മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കാണ് ഹല്ലേലൂയ അയക്കുന്നത്. ഇസ്രായേൽ മക്കൾ മാത്രമല്ല, അവരുടെ പിതാക്കന്മാർ ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു എന്ന് എഗസ്കേൽ പ്രവാചകൻ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതായത് മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ധാർഷ്ട്യവും ദുശാഠ്യമുള്ളവരുമാണെന്ന് എഴുതിയിരിക്കുന്നു.
നോക്കൂ, ഇന്നിങ്ങനെയുള്ള ദൈവിക ദൂത് കേട്ടിട്ട് എത്ര പേരാണ് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഇവരുടെ അടുക്കളയ്ക്ക് പോയി ഹല്ലേലൂയ ദൈവം അറിയിച്ചതാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, 16-ാം അധ്യായം 17-18 വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസിക്കുന്നവരാലാണ് അടയാളങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ 2:6 പറയുന്നുണ്ട്, നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്, പറക്കാരെ മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും വരുത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:18 പറയുന്നുണ്ട്, ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെ മുള്ളും ദഹിപ്പിക്കുന്നു. അത്രമാത്രം ദുഷ്ടത പ്രവർത്തിച്ച ഈ ഇസ്രായേൽ മക്കൾ അറിയണം, ഒരു പ്രവാചകൻ അവിടെ ഉണ്ടെന്നുള്ളത്. നാം ജനത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മെ വിടുവിക്കുവാൻ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യിരെമ്യാ പ്രവാചകൻ 1:17 പറയുന്നു, ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്ക. പ്രിയ മക്കളെ, ഒരുക്കത്തോട് കൂടെ വേണം ദൈവിക ദൂതുകൾ പറയുവാൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയും ആത്മാർത്ഥതയുമുള്ള പ്രവാചകന്മാരെ. ഹല്ലേലൂയ. കാരണം യാതൊരു വിട്ടുവീഴ്ചയും ഭയവും കൂടാതെ പ്രസംഗിക്കണമെന്ന് പറയുന്ന ദൈവിക അരുളപ്പാടുകൾ അതേപോലെ പറയുന്നവരെയാ കർത്താപ്പച്ചൻ ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ 2:7 പറയുന്നുണ്ട്, അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മത്സരികളല്ലോ, പാപത്തെയും മത്സരത്തെയും ശാസിച്ച് യഹോവയോടുള്ള വിശ്വസ്തത പുലർത്തി വേണം പ്രവാചകർ ദൈവവചനം പ്രസംഗിക്കണം. അല്ലാതെ ജനങ്ങളുടെ പ്രതികരണം അനുസരിച്ച് അതനുസരിച്ച് അവരുടെ ദൂത് മാറ്റി കളയരുത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ പറയുന്നത്, യേശുപ്പൻ പറയുന്നത് അതേപോലെ പറയുവാൻ എത്ര പേരാണ് ഇന്ന് ഒരുങ്ങുന്നത്. ഹല്ലേലൂയ. ഇന്ന് അതും ഇതും പറഞ്ഞിട്ട് ഹല്ലേലൂയ വളരെ ഉയർത്തിപ്പിടിക്കുവാനാണ് ഹല്ലേലൂയ പല പ്രവാചകന്മാരും ആഗ്രഹിക്കുന്നത്. പ്രിയ മക്കളെ, കർത്താവ് പറഞ്ഞത് അതേപോലെ പറയുവാൻ നമ്മൾ ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ദൈവവചനത്തെ സ്നേഹിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടതകൾ കടന്നു വരാതെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നാം ജീവിക്കണം. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് കേൾക്കുവാൻ, നിവർന്നു നിൽക്കുവാൻ നമുക്ക് ശക്തി നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മിൽ വ്യാപരിക്കുവാൻ നമുക്ക് അപ്പനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുവാൻ. ഹല്ലേലൂയ. യേശുവിലുള്ള സാന്നിധ്യ ഹല്ലേലൂയ ആത്മനിറവോടെ ഓരോരുത്തർക്കും ഹല്ലേലൂയ അപ്പനോട് ചേർന്ന് നിൽക്കെ ആത്മശക്തിയാൽ നിറയുവാൻ ഇടയാകണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ യേശു അപ്പച്ചന്റെ കൃപ ഓരോ മക്കളോടും കൂടെ ഇരിക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാൻ ഓരോ മക്കളെ ശക്തിയുള്ളവരാക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.